ഹലോ ടോബീസ്. ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് പുതിയ ടാറ്റ ടിയാഗോയുടെ ക്രിയേറ്റീവ് മാനുവൽ ട്രാൻസ്മിഷൻ വേരിയൻ്റാണ്. വീഡിയോയിലേക്ക് സ്വാഗതം. പുതിയ ടാറ്റ ടിയാഗോയുടെ ക്രിയേറ്റീവ് മാനുവൽ ട്രാൻസ്മിഷൻ വേരിയൻറ്റിൻ്റെ ഓർഡർ പ്രൈസ് വരുന്നത് ഏകദേശം 8,33,000 രൂപയ്ക്ക് അടുത്താണ്. കൂടുതൽ ഡീറ്റെയിൽസും ഓഫേഴ്സിനൊക്കെ ആയിട്ട് ഗൂഗിളിൻ്റായിട്ട് നമ്പർ കൊടുക്കാം, അവരെ കോൺടാക്ട് ചെയ്താൽ മതി. പുതിയ ടാറ്റ ടിയാഗോയുടെ ഫ്രണ്ട് ലുക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ ഫുൾ LED ഹെഡ്ലാമ്പാണ് വരുന്നത്. ഈ ഒരു ഭാഗത്തായിട്ട് ഒരു ഗ്ലോസ് ഫിനിഷാണ് വരുന്നത്. 360 ക്യാമറ വരുന്നുണ്ട്. അതിൻ്റെ ഫ്രണ്ട് ക്യാമറ കാണാം. ബമ്പറിലായിട്ട് ഒരു ബ്ലാക്ക് ഭാഗം കൊടുത്തിട്ടുണ്ട്. ഫോഗ് ലാമ്പ് ഈ വേരിയൻറ്റിൽ വരുന്നില്ല. അത് ടോപ്പിൻ്റെ വേരിയൻ്റായിട്ടുള്ള ക്രിയേറ്റീവ് പ്ലസ് വേരിയൻറ്റിലാണ് വരുന്നത്. ഇഞ്ചിൻ്റെ ഡ്യുവൽ ടോൺ അലോയ് വീൽസാണ് കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ മുകളിലായിട്ട് ബ്ലാക്ക് ക്ലാഡിങ് കൊടുത്തിട്ടുണ്ട്. ORVMന് ഒരു ഗ്ലോസ് ഫിനിഷാണ് കൊടുത്തിരിക്കുന്നത്. ഇതിൽ തന്നെ 360 ക്യാമറയുടെ സൈഡ് ക്യാമറ കൊടുത്തിട്ടുണ്ട്. ഇൻഡിക്കേറ്ററും കൊടുത്തിട്ടുണ്ട്. ഡോർ ഹാൻഡിൽ ഒരു ക്രോം ഫിനിഷ് കൊടുത്തിട്ടുണ്ട്. അതിൽ തന്നെ റിക്വസ്റ്റ് സെൻസർ കാണാം. ഷാർക്കിന് ആൻറ്റിന കൊടുത്തിട്ടുണ്ട്. ബാക്കിൽ ഡ്രം ബ്രേക്കാണ് വരുന്നത്. ടൈൽ സെക്ഷനിലേക്ക് വന്നാൽ റിയർ വൈപ്പർ, വാഷർ, ഡിഫോവർ ഇതെല്ലാം കൊടുത്തിട്ടുണ്ട്. LED ടെയിൽ ലാമ്പാണ് വരുന്നത്. ഇത് ലൈറ്റ് കത്തുന്നത് ഈ ഔട്ടർ പോർഷനിൽ മാത്രമാണ്. താഴേക്ക് വന്നാൽ റിവേഴ്സ് ക്യാമറ വരുന്നുണ്ട്. അതുപോലെ തന്നെ താഴെ റിവേഴ്സ് ലൈറ്റ് കാണാം. 2 റിവേഴ്സ് സെൻസറാണ് കൊടുത്തിരിക്കുന്നത്. 242 ലിറ്ററാണ് ബൂട്ട് കപ്പാസിറ്റി വരുന്നത്. പാഴ്സൽ ട്രേ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ സ്പെയർ വീലും വരുന്നുണ്ട്. ഫ്രണ്ട് ഡോർ പാഡിലേക്ക് വന്നാൽ ഈ ഒരു ഭാഗത്തായിട്ട് ഒരു ഫാബ്രിക് ഫിനിഷാണ് വരുന്നത്. ഒരു ഫ്ലോട്ടിംഗ് കൺസോൾ പോലെയാണ് പവർ വിൻഡോ സ്വിച്ചസ് കൊടുത്തിരിക്കുന്നത്. 4 പവർ വിൻഡോസ് വരുന്നുണ്ട്. ഇൻസൈഡ് ഡോർ ഹാൻഡിൽ ഒരു സിൽവർ ഫിനിഷാണ് കൊടുത്തിരിക്കുന്നത്. താഴേക്ക് വന്നാൽ ഒരു ബോട്ടിൽ ഹോൾഡർ വരുന്നുണ്ട്. അതിനടുത്തായിട്ട് ഒരു മാപ്പ് പോക്കറ്റും വരുന്നുണ്ട്. ഡ്രൈവർ സീറ്റിലേക്ക് വന്നാൽ മാനുവലി ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. ഫാബ്രിക് സീറ്റ്സാണ് വരുന്നത്. ഒരു ഗ്രേ ആൻഡ് ബ്ലാക്ക് കളർ കോമ്പിനേഷനാണ് കൊടുത്തിരിക്കുന്നത്. ഫ്രണ്ട് 2 സീറ്റിനും ഫിക്സ്ഡ് അഡ്രസ്സാണ് കൊടുത്തിരിക്കുന്നത്. മുമ്പത്തെ വേരിയൻസിനൊക്കെ അഡ്ജസ്റ്റബിൾ അഡ്രസ്സും വെളിയിൽ കൊടുത്തിരുന്നു. ഫുട്വെല്ലായിട്ട് ഒരു പ്രോപ്പർ ഡെഡ് പെഡലും വരുന്നുണ്ട്. പുഷ് ബട്ടൺ സ്റ്റാർട്ട് വരുന്നുണ്ട്. ഇത് കാണാം. മിറേഴ്സ് നമുക്ക് ഇലക്ട്രിക് അഡ്ജസ്റ്റ് ചെയ്യാനും അതുപോലെ ഫോൾഡ് ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. സ്റ്റിയറിംഗ് വീലിലേക്ക് വന്നു കഴിഞ്ഞാൽ പുതിയ ടൈപ്പ് സ്റ്റിയറിംഗ് ആണ് വരുന്നത്. ഫ്ലാറ്റ് ബോട്ടമാണ്. ഒരു 2 സ്പോക്കുമാണ് വരുന്നത്. എന്നാൽ ലെതർ റാപ്ഡ് അല്ല. ലെഫ്റ്റ് സൈഡിലായിട്ട് മൾട്ടിമീഡിയയുടെ ഫോണിൻ്റെ കൺട്രോൾസ് വരുന്നുണ്ട്. റൈറ്റ് സൈഡിലായിട്ട് ക്രൂയിസ് കൺട്രോളും അതുപോലെ MIയുടെ കൺട്രോൾസും വരുന്നുണ്ട്. സ്റ്റിയറിംഗ് നമുക്ക് ടിൽറ്റ് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. ടെലിസ്കോപ്പിക് അഡ്ജസ്റ്റ്മെൻ്റ് ഇല്ല. ഓട്ടോമാറ്റിക് ഹെഡ് ലാമ്പ് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഓട്ടോമാറ്റിക് വൈപ്പേഴ്സും വരുന്നുണ്ട്. ഇൻസ്ട്രുമെൻറ്റ് കൺസോളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഫുൾ ഡീറ്റെയിൽ യൂണിറ്റാണ് വരുന്നത്. ഇത് കൺട്രോൾ ചെയ്യുന്ന സ്റ്റിയറിംഗിലെ ബട്ടൺസ് ഉപയോഗിച്ചിട്ടാണ്. ഇൻഫർടൈൻസിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇതൊരു 10.25 ഇഞ്ചിൻ്റെ യൂണിറ്റാണ് വരുന്നത്. ഇതിൽ വയർലെസ് അപ്പ് കപ്പ് അണ്ടൗട്ടെ സപ്പോർട്ട് ചെയ്യുന്നതാണ്. താഴേക്ക് വന്നാൽ ഓട്ടോമാറ്റിക് AC ആണ് വരുന്നത്. അതിൻ്റെ കൺട്രോൾസ് വേണം. അതിന് താഴെയായിട്ട് ഒരു 65 വാട്ടിൻ്റെ ടൈപ്പ് സി പോർട്ടും ഒരു നോർമൽ ടൈപ്പ് സി പോർട്ടും കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തായിട്ട് ഫോൺ സ്റ്റോർ ചെയ്യാനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഇതൊരു റബ്ബറൈസ്ഡ് പാഡാണ് വരുന്നത്. 5 സ്പീഡ് മാനുവലാണ് വരുന്നത്. അതിൻ്റെ ഗിയർ ലിവർ കാണാം. ഇതും പുതിയൊരു യൂണിറ്റാണ് വരുന്നത്. താഴേക്ക് വന്നാൽ 2 കപ്പ് ഹോൾഡർ വരുന്നുണ്ട്. മാനുവൽ ഹാൻഡ് ബ്രേക്കാണ് വരുന്നത്. അതുപോലെ തന്നെ ഒരു ആംറസ്റ്റും വരുന്നുണ്ട്. ഇത് സ്ലൈഡ് ചെയ്യാൻ പറ്റില്ല. അത് ഓപ്പൺ ചെയ്താൽ ചെറിയ സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. അതിൽ തന്നെ ഒരു 12 വോൾട്ട് സോക്കറ്റും കൊടുത്തിട്ടുണ്ട്. ഇതാണ് കീ വരുന്നത്. ലോക്ക്, അൺലോക്ക്, ഫോളോ മീ ഹെഡ് ലാമ്പിൻ്റെ ബട്ടൺ, ബൂട്ട് അൺലോക്ക് ബട്ടൺ ഇത്രയാണ് കൊടുത്തിരിക്കുന്നത്. മാനുവൽ ഡിമ്മിംഗ് ആണ് 5000 കൊടുത്തിരിക്കുന്നത്. ലെഫ്റ്റ് സൈഡ് വൈസറിൽ ഒരു വാനിറ്റി മിറർ കൊടുത്തിട്ടുണ്ട്. റൈറ്റ് സൈഡ് വൈസറിൽ ഒരു ടിക്കറ്റ് ഹോൾഡറും കൊടുത്തിട്ടുണ്ട്.
ഡാഷ്ബോർഡിലേക്ക് വന്നാൽ മുകളിലായിട്ടൊരു ബ്ലാക്കും താഴെയായിട്ട് ഒരു ഗ്രേ ഫാബ്രിക് ഫിനിഷാണ് കൊടുത്തിരിക്കുന്നത്. അതിന് താഴെയായിട്ട് വീണ്ടും ഒരു ബ്ലാക്ക് ഫിനിഷാണ് കൊടുത്തിരിക്കുന്നത്. ഗ്ലോ ബോക്സ് അത്യാവശ്യം ഡീപ്പായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. റിയർ ഡോർ പാഡിലേക്ക് വന്നാൽ ഇവിടെയും ഒരു ഫാബ്രിക് ഫിനിഷാണ് വരുന്നത്. താഴെയായിട്ട് ഒരു ബോൾട്ട് ഹോൾഡർ കൊടുത്തിട്ടുണ്ട്. പവർ വിൻഡോ സ്വിച്ച് വരുന്ന ഒരു ഫ്ലോട്ടിംഗ് കൺസോൾ പോലത്തെ ഭാഗത്താണ്. ബാക്ക് സീറ്റിലേക്ക് വന്നാൽ 2 ഫിക്സ്ഡ് അടച്ചാണ് കൊടുത്തിരിക്കുന്നത്. 3 പോയിൻറ്റ് സീറ്റ് ബെൽറ്റ്സ് 3 മാസ്റ്റർ സിസ്റ്റം കൊടുത്തിട്ടുണ്ട്. ബാക്കിലേക്ക് ആംറസ്റ്റ് ഒന്നും കൊടുത്തിട്ടില്ല. ബാക്കിലേക്ക് AC വെൻസ് കൊടുത്തിട്ടുണ്ട്. ഫ്രണ്ട് സീറ്റ്സിൻ്റെ ബാക്കിലായിട്ട് മാഗസിൻ പോക്കറ്റ്സ് കൊടുത്തിട്ടുണ്ട്. വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരുന്നു. അടുത്ത വീഡിയോയിൽ കാണാം. സീ യു സൂൺ ആൻഡ് ഡ്രൈവ് സേഫ്.